മലയുടെ മണ്ണില്ലേ കാണ്ടുണ്ട് മലയുടെ എവിടെ പോയത് അച്ഛനെ വിളിക്കും ഇപ്രാവശ്യത്തെ പരിപാടി എന്തൊക്കെയാ? ഒരു ഗാനമേള പിന്നെ കുറച്ച് കുട്ടികൾ പരിപാടിയൊക്കെ വെക്കാൻ മതി. ഒരു മിമിക്രിയും വെക്കാൻ മതി. ആ മിമിക്രി നമ്മളെ മിമിക്രി നമ്മളെ ബാബുവിനെ വെക്കാൻ മതി. അത് ഭയങ്കര സംഭവം. എന്നാ പിന്നെ ബാക്കിയുള്ളവരൊന്നും കാണണ്ടേ? ആ ഇനി മോനാട്ടിനെയും വിജയേട്ടനെയും കാണാനുള്ളത് പോലെ നമുക്ക് അവിടെ കാണാം. അവിടെ കാണാം. ഓ തന്നെ വരിക. മോന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒന്ന് അവിടെ വരെ പോകണ്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ നിങ്ങള് നമ്മളെ റെസിഡൻസിന്റെ പരിപാടിക്ക് ഇപ്പോൾ ഭംഗിയായിട്ട് നടത്തണം. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നിങ്ങൾ തീരുമാനിക്കുന്ന എല്ലാ കാര്യത്തിനും ഞാൻ റെഡിയാണ്. ഞാൻ ഫണ്ടിന്റെ കാര്യമാണ്, അത് ഭംഗിയായിട്ട് നടത്തണം. നമുക്ക് പിരിവെടുക്കണം. എല്ലാ സപ്പോർട്ടും നമ്മളാ വെളിച്ചെണ്ണന്റെ ഓയിൽ മില്ലിന്റെ ഇതില്ലേ, അവിടുന്ന് നല്ലൊരു എമൗണ്ട് ഓലോട് നമ്മൾ ചാടിക്കണം. ഒന്ന് ഇരുവിന് കൂട്ടാൻ പറ്റിയ ഒരാളോ പോന്ന് കണ്ടില്ലേ? നേരത്തെ നല്ല തരിപ്പിലാണല്ലോ. ഇതേതാപ്പോ എല്ലാം കൂടി പെടാ ഒരു ഇരുത്തോ? ഇതേതാ റെസിഡൻസിന്റെ പരിപാടി നടത്തുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളിപ്പോ. ആ തരിപ്പായനോടൊക്കെ റെസിഡൻസിന്റെ കാര്യം പറഞ്ഞിട്ട് എന്താ? എന്റെ റെസിഡൻസിനെ കൊസിഡൻസിനെ പരിപാടിക്ക് പറ്റൂല ബാല. പറ്റൂലേ? ഞാൻ കമ്മിറ്റിയിലെ ഭാരവാഹിയല്ലേ. ചങ്ങാ പറയുന്നത് ഇതൊന്നും അവിടെ ഇരിക്കി വിധു. സബരീശൻ പറഞ്ഞിട്ടാ ഞാൻ ഈ സംഭവം അറിയുന്നത്. എനിക്ക് പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു പിരിവ് ഇവിടെ എടുത്തില്ല നിങ്ങള്. ഇല്ല അപ്പോ ഇല്ലേ? അത് നിങ്ങൾ വിട്ടടിച്ചല്ലേ എല്ലാം കൂടി കാഞ്ഞ് അല്ലേ? കഴിഞ്ഞ വർഷം പിരിച്ച കണക്കിന്റെ എല്ലാ രേഖയും ഇവിടെ റെഡിയാണ്. വിജു, ഈ ആ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങേണ്ട പൈസ ഇതുവരെ കമ്മിറ്റീനെ ഏൽപ്പിച്ചില്ല. ആ പൈസ ഈ പുട്ടടിച്ചില്ലേ? ഇനി സരസ്വായിട്ടുള്ള ഡിങ്കിണി കാര്യം ഉണ്ടല്ലോ, നാട്ടില് ഞാൻ പാട്ടാ കിട്ടോ രഞ്ജിത്തെ. പിന്നെ നമ്മളെ കമ്മിറ്റിയിലേ പാലിറ്റി കെയറിൽ നമ്മൾ വീൽ ചെയർ വാങ്ങി കൊടുത്തതൊക്കെ ആരോടെ മറന്നു വയ്ക്കുന്നു. അതൊക്കെ നമ്മൾ ചെയ്തു തന്നെ അല്ലേ? വീൽ ചെയർ പ്രാവശ്യം ഒന്നുകൂടി വാങ്ങേണ്ടി വരും. 24 മണിക്കൂർ കോലത്തിലല്ലേ? വീൽ ചെയറും കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ട് പറ്റൂട്ടോ ബാല. എനിക്കെന്നെ ശരിക്കും അറിയൂല. അത്ര വലിയ ധൈര്യമുള്ളവരാണെങ്കിൽ ഈ വരാന്റെ അപ്പുറത്തേക്ക് ഒന്ന് കടന്ന ഒന്ന് കടക്ക്. എൻ്റെ ഒരു വര ലക്ഷ്മണരേഖ. ഞാനിപ്പോ ഇപ്പുറം കടന്നില്ലേ, ഇനി എന്താക്കൂ? ഇപ്പുറം കടന്ന എത്തിപ്പോ എന്താ?
പൊയ്ക്കോളി